ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് സ്പെഷ്യൽ സ്വീറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പാലാണ് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതാണ് ആദ്യം ഒന്ന് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് അവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളത്. കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കൈയെടുക്കാണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കസ്റ്റാർഡ് ചേർത്ത് കൊടുത്താൽ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കസ്റ്റാർഡ് ചേർത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല തുരുതുരാന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ആൽമണ്ട് ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കസ്റ്റാർഡ് ഇരിക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടുവേ. ഇനി ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് 3 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലായിരിക്കും കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീം ഇരിക്കേണ്ടത്. ഇനി ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു സ്വീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഈ ഒരു സ്വീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നടുക്കൂടെ ഡയഗണലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്രെഡെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം 1 സ്പൂണോളം എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി മറ്റൊരു ബ്രെഡിൻ്റെ പോർഷൻ എടുത്ത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഒരു ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്വീറ്റ് ഏത് പാത്രത്തിലാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. ഇതുപോലെ ഒരു ട്രേയോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും മതി. എന്നിട്ട് നമ്മൾ ക്രീം പുരട്ടി വെച്ച ഈ ഒരു ബ്രെഡ് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ഇതിനേക്കാളും ചെറിയ പീസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മലായി ഉണ്ടല്ലോ, ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡിന് ഒട്ടും തന്നെ ചൂടുണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ബ്രെഡ് അതിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. അത്രയും ആ ഒരു രീതിയിലാണ് ഈ ഒരു കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബ്രെഡിൻ്റെ എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് മുഴുവനും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈദ് സ്പെഷ്യൽ സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ കുറച്ച് ബദാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുവാണ്.
അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നേരെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുവാണേ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലിംഗ് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുവാണ്. ഈ ഒരു മലായിൽ ആ ബ്രെഡൊക്കെ നല്ല സോക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വായിലോട്ടങ്ങ് വെക്കുമ്പോൾ അതങ്ങ് അലിഞ്ഞു പോവുകയാണ് കേട്ടോ. അത്രയും സോഫ്റ്റായിട്ട് സോക്കായിട്ട് ഇരിക്കുവാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.